നീ ദിനേശനെ പോയി കണ്ടിട്ടില്ലല്ലേ? ഇല്ല. പിന്നെ എന്നാ അതിൻ്റെ പരിപാടി പറ. രണ്ട് തലമുറക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. പിന്നെ ഞാനെന്തിനാ ഈ ദിനേശനെ പോയി കാണുന്നത്? പോരാതെ നീ എൻ്റെ ഓളിപ്പം ജോലിക്ക് പോകുന്നുണ്ട്. പിന്നെന്നാ? അപ്പം നിനക്കൊരു ജോലി വേണ്ടേ? അതിനാ ദിനേശനെ കാണാൻ പറഞ്ഞു. എല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ, നീ ഒന്ന് കണ്ടാൽ മാത്രം മതി. ഞാനിപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് നിങ്ങൾക്ക് അറിയാലോ. കുറച്ച് ആളായാലും ചേർത്താൽ മാത്രം മതി. അതിന് വലിയ മലമറിക്കുന്ന പണിയൊന്നുമില്ല. ജനങ്ങളെ പറ്റിച്ചിങ്ങനെ നടക്കുന്നീ നടാ. നിങ്ങൾ അച്ഛൻ പറഞ്ഞതിന് വലിയ തെറ്റൊന്നുമില്ല നെഞ്ചേട്ടാ. ഇതിൽ ജനങ്ങളെ പറ്റിക്കുന്ന ബിസിനസ് അല്ലേ? ബിസിനസ് അല്ലേ ഇങ്ങനെയാടാ, പൈസ ചാടി പൈസ പിടിക്കല. നോക്ക്, എനിക്കൊരു 50 ഇടാൻ പറ്റുമോ? ഇങ്ങനത്തെ ബിസിനസ് കുറേ കണ്ടതാ നെഞ്ചേട്ടാ. ഞാൻ എൻ്റെ പൈസ പോകുന്നുണ്ട്, ഇതുവരെ ഇങ്ങോട്ടൊന്നും കിട്ടിയിട്ടില്ല. എടാ, 1.5 മാസമായിട്ട് ഞാൻ ഈ ബിസിനസ്സിൽ വന്നിട്ട് ഇപ്പം എൻ്റെ ലെവലറ എനിക്ക്. എടാ, നീ ഒരു പണിയെടുക്കണ്ടടാ. 50 ഉറുപ്പിക ഇട്ടാൽ മാത്രം മതി. അത്രയല്ലേ ഉള്ളൂ. അതിൻ്റെ അടുക്ക് കിട്ടാൻ നിനക്കറിയാം. പിന്നെ എൻ്റെ കീഴിൽ ആൾക്കാരെ ചേർക്കേണ്ട കാര്യമോ ഞാൻ ഏറ്റ്. നിങ്ങൾക്ക് വിനീഷിൻ്റെ പ്രതീക്ഷിൻ്റെ സന്ധ്യൻ്റെ അവസ്ഥ അറിയുന്നില്ലേ? ഇതിൻ്റെ പൈസയുടെ ടീമല്ലേ നോറ്. ഇങ്ങനത്തെ ഓരോ ബിസിനസ് പൈസ ഓരോ അവസ്ഥ നോക്കിയിട്ട് നിങ്ങൾ ആദ്യം ഒരാൾക്ക് വേണ്ടുന്ന പോസിറ്റീവ് മൈൻഡാ. അതെനിക്കില്ലേ ഇല്ല. ഞാൻ കാഞ്ഞ് പറഞ്ഞ തേച്ചാട്ടാ. നീ തടി കൂടിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ. ഇല്ല, ഇപ്പം രാവിലെ ഞാൻ ഓടാൻ തുടങ്ങിയിട്ടുണ്ട്. നീ ഓടാൻ തുടങ്ങിയ? ഓടിയിട്ട് ഈ തടി കുറക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടാ? വിശ്വാസം അതല്ലേ എല്ലാം. അങ്ങനെയാ ഏടാ? അല്ല ചായച്ചാട്ടാ. പിന്നെ എങ്ങനെയാ? ഒരാളെ സഹായിക്കാൻ വന്നതാ. എനക്കിതന്നെ കിട്ടണം. വിഷമിക്കണ്ട, നീ മുടിഞ്ഞ തീറ്റയല്ലേ, അതങ്ങ് കുറച്ചാൽ മതി. നടക്കട്ടെ. 50,000 ഇല്ല അല്ലേ?